Hello everyone, welcome to High Top Education. I am Nandana. I am dealing with the SSLC NIOS Mathematics. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC Mathematics NIOSലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള സ്പെഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് സ്പെഷ്യൽ പ്രോഡക്ട്സും അതേപോലെ തന്നെ ഫാക്ടറൈസേഷനും പിന്നെ HCF, LCM, റേഷണൽ നമ്പേഴ്സ് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. സ്പെഷ്യൽ പ്രോഡക്ട്സ് എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ പ്രത്യേക ഗുണിതങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ സ്പെഷ്യൽ പ്രോഡക്ട്സ് ഒരു കുറച്ച് എണ്ണം ഉണ്ട്, ഒരു 10-13 എണ്ണം ഉണ്ട്. ആ സ്പെഷ്യൽ പ്രോഡക്ട്സിലെ ഓരോ ഇക്വേഷൻസും ആ ഓരോന്നിന്റെ എക്സാമ്പിൾസും വെച്ചത് ഓരോന്നായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഓരോ ഇക്വേഷൻസ് പറയുമ്പോൾ ആ ഇക്വേഷൻസ് എഴുതിയെടുക്കുക, അതിനൊപ്പം തന്നെ അതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സ്വയം കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ. അപ്പൊ ഫസ്റ്റത്തെ സ്പെഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കുറെ സ്ഫടികം ഫിലിം ഒക്കെ ഉണ്ട് അല്ലെ. ആ സ്ഫടികം ഫിലിമിലൊക്കെ ഒരു കുറച്ച് ഹിറ്റായ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതില് ആ ഒരു ഫിലിമിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്പെഷ്യൽ പ്രോഡക്റ്റ്, ഫസ്റ്റ് പ്രത്യേക ഗുണിതം എന്ന് പറയുന്നത്. അതേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A+B² = A²+2AB+B² ആണ്. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് വാരിയബിൾസിനെ A+B എന്നുള്ള ഒരു ഫോർമാറ്റിൽ തരികയാണെങ്കിൽ A+B² എന്ന് പറഞ്ഞാൽ എന്താ? A+Bയുടെ വർഗം. ആ A+Bന്റെ വർഗമായിട്ട് നമുക്ക് തരാണെന്നുവെച്ചെങ്കിൽ അതിന് നമുക്ക് ഏത് ഫോർമാറ്റിലാക്കാൻ പറ്റും എന്നാ പറയുന്നത്? A²+2AB+B² എന്നുള്ള ഫോർമാറ്റിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഗുണിതം എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്പെഷ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രത്യേക ഗുണിതം എന്ന് പറയുന്നത് ഇതാണ്. A+B² = A²+2AB+B². അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്പെഷ്യൽ പ്രോഡക്റ്റ്, ഫസ്റ്റത്തെ പ്രത്യേക ഗുണിതം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ്, എങ്ങനെയായിരിക്കും നമുക്ക് എക്സാമ്പിൾ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് രണ്ട് വാരിയബിൾസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് എന്താ തന്നിട്ട്? 2AB+3B² എന്നുള്ള ഫോർമാറ്റിലാണ് തന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 2A ആണ് തന്നിട്ടുള്ളത്. ബിയുടെ സ്ഥാനത്ത് നമുക്ക് 3B ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? A+B² = A²+2AB+B² ആണ്. ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. A+B² എന്ന് പറയുന്നത് A²+2AB+B² എന്നാണ്. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. എയുടെ സ്ഥാനത്ത് നമ്മൾ 2A കൊടുക്കുകയാണ്, ബിയുടെ സ്ഥാനത്ത് നമ്മൾ 3B കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാം? 2A+3B². ആദ്യം എന്താണ്? A+B² ആദ്യം ഏതാ വരേണ്ടത്? A². ഫസ്റ്റ് ടേമിന്റെ വർഗ്ഗമാണ് വരേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടേം ആരാ? 2A ആണ് അല്ലെ. അപ്പൊ 2Aന്റെ വർഗ്ഗം, അതായത് 2Aയുടെ സ്ക്വയർ, 2A² പ്ലസ് അത് കഴിഞ്ഞിട്ടോ 2 × AB. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 × ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ്? 2A ആണ്. ബിയുടെ സ്ഥാനത്ത് ആരാണ്? 3B ആണ്. പ്ലസ് B² എന്ന് പറയുന്നത് ആരാണ്? B² എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 3B ആണ് അല്ലെ. ബിയുടെ സ്ഥാനത്ത് ആരാണ്? 3B ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3B² എന്ന് എഴുതാം, 3Bയുടെ വർഗ്ഗം എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? 2A², 2ന്റെ സ്ക്വയർ 4 ആണ്, എയുടെ സ്ക്വയർ 4A² ആണ്. പിന്നെ 4A² പ്ലസ് 2 × 2 3 4 4 × 3 12. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 12AB. നമ്മൾ നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് വാരിയബിൾസിനെ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 3ന്റെ സ്ക്വയർ, 3ന്റെ വർഗ്ഗം എത്രയാണ്? 3ന്റെ വർഗ്ഗം എത്രയാണ്? 9 ആണ്. ബിന്റെ വർഗ്ഗം B². അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4A² + 12AB + 9B² എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ രണ്ട് വാരിയബിൾസോ നമുക്ക് A+B² ഫോർമാറ്റിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി വേറൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അതായത് രണ്ട് നമ്പേഴ്സ് 101 × 101, 101 × 101. ഈ 101നെ നമുക്ക് എങ്ങനെ എഴുതാം? 100+1 എന്ന് എഴുതിക്കൂടെ? ഈ 101നെ നമുക്ക് എന്താ എഴുതാം? 100+1 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 101 × 101 × 101 എങ്ങനെ എഴുതാം? നമുക്ക് 100+1 ഇൻറ്റു ഗുണിക്കണം എന്താണ്? 100+1. ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? ഈ 100+1 ഇൻറ്റു 100+1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100+1ന്റെ എന്താണ്?
സ്ക്വയർ ആണ് അല്ലെങ്കിൽ വർഗാണെന്ന് നമുക്ക് എഴുതാം അല്ലെ. അപ്പോ ഇതിപ്പോ എന്ത് ഫോർമാറ്റിലായി? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലായോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലായല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഇവരെങ്ങനെ എഴുതാം? നമുക്ക് ഇവരുടെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? 100 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് ആരാണ്? 100 അല്ലെ. അപ്പൊ എ സ്ക്വയർ എന്നുള്ളത് എന്തായി ഇവിടെ? 100 സ്ക്വയർ പ്ലസ് 2 അങ്ങനെ നിൽക്കും. എ ഇവിടെ ആരാണ്? എ ഇവിടെ 100. ബി ഇവിടെ ആരാണ്? 1. ബി 1 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1 അപ്പൊ 1ന്റെ സ്ക്വയർ. അപ്പൊ 100ന്റെ സ്ക്വയർ എത്രയാ? 100ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 0ന്റെ സ്ക്വയർ 2 0, അടുത്ത 0ത്തിന്റെ സ്ക്വയർ 2 0. അപ്പൊ എന്ത് കിട്ടി? 10,000 കിട്ടി അല്ലെ. പ്ലസ് 2 ഇൻറ്റു 100 200, 200 ഇൻറ്റു 1 200, 200 പ്ലസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10,200. അതാണ് 101ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏതൊരു സംഖ്യയായിട്ടായിക്കോട്ടെ, അതായത് ന്യൂമറൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ആൽഫബറ്റ്സ് എ ബിന്നോ എക്സ് വൈന്നോ അങ്ങനെ ഏതും ആയിക്കോട്ടെ, ഏതും നമുക്കൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ യൂസ് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ അതേപോലെ 101 ഇൻറ്റു 101, 101 ഇൻറ്റു 101 നമുക്ക് എന്തായിട്ട് എഴുതാം? 100 പ്ലസ് 1 ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ 100 പ്ലസ് 1 ഇൻറ്റു 100 പ്ലസ് 1 ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് കിട്ടി? ഇതേപോലെ ഇക്വേഷന്റെ കൊടുത്തപ്പോ 10,201 കിട്ടി. ഓക്കെ. ഇനി അടുത്ത സെക്കൻഡ് സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് നമ്മുടെ. അവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലെ. ആ എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇക്വേഷനിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയപ്പോ എന്തായി? ഈ പ്ലസ് മാറി ഇവിടെ മൈനസ് വന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. അപ്പൊ അടുത്ത ഇക്വേഷൻ ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് എന്ത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. അപ്പോ ഇങ്ങനെ ഫോർമാറ്റിൽ എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് 3a മൈനസ് 6b ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3a തന്നിട്ടുണ്ട്. ബിയുടെ സ്ഥാനത്ത് നമുക്ക് 6b തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ? എന്ത് ചെയ്യാം? 3a മൈനസ് 6b ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക? ആദ്യം നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 3 ആണ് അല്ലെ. അപ്പൊ 3ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ആരാണ്? 3a ഇൻറ്റു ബി ആരാണ്? 6b പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ? 6b ആണ്. അപ്പൊ 6b ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പൊ 3ന്റെ സ്ക്വയർ 9, എയുടെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 6 36. അപ്പൊ 36ab പ്ലസ് 6ന്റെ സ്ക്വയർ 36, ബിന്റെ സ്ക്വയർ ബി സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? 9a സ്ക്വയർ മൈനസ് 36ab പ്ലസ് 36b സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്പേഴ്സിലാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഇവിടെ 98 ഇൻറ്റു 98 ആണ് അല്ലെ. അപ്പൊ 98 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 98ന് നമുക്ക് 100 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? 100 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? അപ്പോ 98 ഇൻറ്റു 98 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 2 ഇൻറ്റു ഗുണിക്കണം 100 മൈനസ് 2 ആണ്. ഈ 100 മൈനസ് 2 ഇൻറ്റു 100 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100 മൈനസ് 2ന്റെ എന്താണ്? സ്ക്വയർ ആണ്. 100 മൈനസ് 2ന്റെ സ്ക്വയർ ആണ്. ഇതിപ്പോ നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലായല്ലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലായല്ലോ. അപ്പൊ നമുക്ക് ഇവരിനെ എന്താക്കി എഴുതാം? ഇവരിനെ എന്താക്കി എഴുതാം? 100 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 100ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. എ എന്ന് പറയുന്നത് 100, ബി എന്ന് പറയുന്നത് 2 പ്ലസ് ബി സ്ക്വയർ. ബിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2ന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ 100ന്റെ സ്ക്വയർ 10,000 മൈനസ് 2 ഇൻറ്റു 100 200, 200 ഇൻറ്റു 2 400 പ്ലസ് 4. 10,000ത്തിൽ നിന്ന് 400 കുറച്ച് എത്ര കിട്ടും? 9,600 പ്ലസ് 4. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 9,604 കിട്ടി. മനസ്സിലായോ?
മനസ്സിലായോ? മനസ്സിലായോ എങ്ങനെയായിരുന്നു? നമുക്ക് എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിൽ രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്, പ്രത്യേക ഗുണിതാണ് എന്ത്? എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ ഒരു ഇക്വേഷൻ തന്നാല് അല്ലെങ്കിൽ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അവരിന് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ അടുത്ത മൂന്നാമത്തേതാണ് പറയുന്നത്. അതായത് നമുക്ക് a plus b into a minus b equal to a square minus b square. a plus b into a minus b equal to a square minus b square. അതാണ് നമ്മുടെ മൂന്നാമത്തത്. a plus b into a minus b എന്നുള്ള ഒരു ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? a square minus b square ആയിരിക്കും. നേരെ എക്സാമ്പിളിലേക്ക് പോവാം. നോക്കിക്കേ, 3x plus y into 3x minus y. ഇതെന്താണ്? 3x ആണ് ഇവിടുത്തെ a. ഇതെന്ത് ഫോർമാറ്റില? a plus b into a minus b ആണ് അല്ലെ? ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? a എന്ന് പറയുന്നത് 3x ആണ്. b എന്ന് പറയുന്നത് ആരാണ്? y ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3x plus y into 3x minus y, അതായത് a plus b into a minus b എന്താണ്? a square minus b square ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ a square ആരാ? ഇവിടുത്തെ a square ആരാ? 3x ആണ്. അപ്പൊ 3x square minus b square എന്ന് പറയുന്നത് ആരാ? b square എന്ന് പറയുന്നത് ആരാ? y ആണ്. അപ്പൊ y square. 3ന്റെ സ്ക്വയർ 9 ആണ്. എക്സിന്റെ സ്ക്വയർ x സ്ക്വയർ മൈനസ് y സ്ക്വയർ. 9x സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കിക്കേ, അടുത്തത് 68 into 72 ആണ്. ഈ 68നെ നമുക്ക് എങ്ങനെ a പ്ലസ് ബി ആക്കിയിട്ട് എഴുതാം? a പ്ലസ് ബി ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? a പ്ലസ് ബി അല്ലെ? a മൈനസ് ബി ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? 68നെ എങ്ങനെ a മൈനസ് ബി ഫോർമാറ്റിൽ എഴുതാം? 70 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? 72നെ നമുക്ക് എങ്ങനെ a പ്ലസ് ബി ഫോർമാറ്റിൽ എഴുതാം? 70 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? 70 മൈനസ് 2ഉം 70 പ്ലസ് 2ഉം. അപ്പൊ നമുക്ക് വരുന്നത് എന്ത് എഴുതാം? 68 into 72 എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 70 പ്ലസ് 2 into 70 മൈനസ് 2 എന്ന് എഴുതാം. എഴുതാലോ? ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ വന്ന് നിൽക്കുന്നത്? എയുടെ സ്ഥാനത്ത് 70 ആണ്. അപ്പൊ 70യുടെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് ആരാണ്? 2 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ. 70ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7ന്റെ സ്ക്വയർ 49 ആണ്. 0ന്റെ സ്ക്വയർ 2 മൈനസ് 4. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എത്ര കിട്ടും? 4896. കിട്ടില്ലേ? കിട്ടില്ലേ? മനസ്സിലായോ? അപ്പൊ നമുക്ക് a പ്ലസ് ബി a മൈനസ് ബി ഫോർമാറ്റിൽ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ കിട്ടുക? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇനി നാലാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് എ, എക്സിന്റെ കൂടെ ഒരു സംഖ്യ ആഡ് ചെയ്യുന്നു, പിന്നെയും എക്സിന്റെ കൂടെ ഒരു സംഖ്യ ആഡ് ചെയ്യുന്നു, അത് രണ്ടും തമ്മിൽ ഗുണിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് തന്നുള്ള വെച്ചെങ്കിൽ അതിന് ആൻസർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആയിരിക്കും. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി അതായിരിക്കും. നോക്കിക്കേ, അവിടെ എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. അതായത് എയുടെ സ്ഥാനത്ത് നമുക്ക് 9ഉം ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്താണ്? 3ഉം ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആദ്യം എന്താണ്? എക്സ് സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ ആയിരിക്കണം, എക്സ് സ്ക്വയർ പ്ലസ് ഇനി എ പ്ലസ് ബി. എയുടെ സ്ഥാനത്ത് 9 ആണ്, ബിയുടെ സ്ഥാനത്ത് 3 ആണ്, ഇൻറ്റു എക്സ്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് തന്നെയാണ്. പ്ലസ് എ ബി. എ ബി എന്ന് പറയുന്നത് ആരാ? 9 ഇൻറ്റു 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 3 എത്രയാ? 12. 12x പ്ലസ് 27 എന്നിട്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 107 ഇൻറ്റു 103. 107ന് നമുക്ക് എന്തായിട്ട് എഴുതാം? 100 പ്ലസ് 7 ആയിട്ട് എഴുതാം. 103ന് നമുക്ക് എന്തായിട്ട് എഴുതാം? 100 പ്ലസ് 3 ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 7 ഇൻറ്റു 100 പ്ലസ് 3 എന്ന് എഴുതാം. ഇതിപ്പോ എന്ത് ഫോർമാറ്റിലായി? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലായല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നോക്കാൻ പോകുന്നത്.
100 പ്ലസ് 7 ഇൻറ്റു 100 പ്ലസ് 3 ഈക്വൽ ടു എത്ര കിട്ടും? എങ്ങനെ കിട്ടുക? എക്സ് സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 100 അപ്പൊ 100ന്റെ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. എയുടെ സ്ഥാനത്ത് 7 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാ? 100 പ്ലസ് എ ബി. എ ബി എന്ന് പറയുന്നത് ഇവിടെ എയുടെ സ്ഥാനത്ത് 7, ബിയുടെ സ്ഥാനത്ത് 3. 7 ഇൻറ്റു 3. അപ്പൊ 100ന്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 10000 പ്ലസ് 7 പ്ലസ് 3 10. 10 ഇൻറ്റു 100 1000. 10 ഇൻറ്റു 100 1000 പ്ലസ് 7 ഇൻറ്റു 3 21. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11,021 കിട്ടും. 11,021 കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? അപ്പൊ 4 പറഞ്ഞു. ഇനി അഞ്ചാമത്തത് നമ്മുടെ നേരത്തെ എന്തായിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്താണ്? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ്. അതായത് അഞ്ചാമത്തത് എന്താണ്? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ്. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണ്? ഈ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ വരുമ്പോ എന്താവും? എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് മൈനസ് ആണ്. അത്ര ഡിഫറൻസ് ഉള്ളൂ. എക്സ് പ്ലസ് നമുക്കറിയാം, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ചെയ്ത സമയത്ത് നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആവുമ്പോൾ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഈ പ്ലസിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് പ്ലസിന്റെ സ്ഥാനത്ത് എന്താവും? മൈനസ് ആവും എന്നാണ് പറഞ്ഞത്. അത്രേ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5x മൈനസ് 8 ഇൻറ്റു 5x മൈനസ് 6. ഇവിടെ എയുടെ സ്ഥാനത്ത് 8 എന്നും എക്സിന്റെ സ്ഥാനത്ത് 5x എന്നും ബിയുടെ സ്ഥാനത്ത് 6 എന്നുമാണ്. നമുക്ക് കൊടുത്തു നോക്കാം. എന്താണ്? 5x മൈനസ് 8 ഇൻറ്റു 5x മൈനസ് 6. ഓക്കെ, അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? 5x ആണ്. അപ്പൊ 5xന്റെ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് 8 പ്ലസ് ബി എന്ന് പറയുന്നത് 6 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 5x പ്ലസ് എ ഇൻറ്റു ബി. എ ബി എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? 8 ഇൻറ്റു 6 ആണ്. ഓക്കെ, അപ്പൊ 5ന്റെ സ്ക്വയർ 25, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 8 പ്ലസ് 6 എത്രയാണ്? 8 പ്ലസ് 6 14. അപ്പൊ 14 ഇൻറ്റു 5x പ്ലസ് 8 ഇൻറ്റു 6 48. ഓക്കെ, അപ്പൊ 25x സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 5 വരുമ്പോ 4 5 20, 0 ബാക്കി 2 5 5 2 7 70 എക്സ് പ്ലസ് 48. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിലോ, ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ 94 ഇൻറ്റു 99 ആണ്. നമുക്ക് 94നെ 100 മൈനസ് 6 എന്ന് എഴുതാം. 99നെ നമുക്ക് 100 മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് എഴുതാം? 94 ഇൻറ്റു 99 എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം? 100 മൈനസ് 6 ഇൻറ്റു 100 മൈനസ് 1 എഴുതാം. ഇതിപ്പോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഫോർമാറ്റിലായല്ലോ. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 100 ആണ്. അപ്പൊ 100ന്റെ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ 6, ബി എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 6 പ്ലസ് 1 ഇൻറ്റു എക്സ്. എക്സിന്റെ സ്ഥാനത്ത് 100 പ്ലസ് എ ബി. എ എന്ന് പറഞ്ഞാൽ 6, ബി എന്ന് പറഞ്ഞാൽ 1. 6 ഇൻറ്റു 1. 100ന്റെ സ്ക്വയർ 10,000 മൈനസ് 6 പ്ലസ് 1 7, 7 ഇൻറ്റു 100 700 പ്ലസ് 6 ഇൻറ്റു 1 6. 10,000 നിന്ന് 700 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9,100 കിട്ടും അല്ലെ? പ്ലസ് 6. 9,300 പ്ലസ് 6 എന്ത് കിട്ടും? 900 306. അതായത് 9,306 കിട്ടും. അപ്പൊ മനസ്സിലായോ? ഇനി അടുത്തതാണ് നമ്മുടെ ആറാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ന്റെയും 5ന്റെയും റിലേറ്റഡ് ആണ്. ഇവിടെ എക്സ് പ്ലസ് ഇവിടെ എന്തായിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആയിരുന്നു. ഇവിടെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയിരുന്നു. ഇവിടെ വരുമ്പോ അത് എന്തായി? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആയി. നമുക്ക് ആദ്യത്തേല് എന്തായിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആയിരുന്നു. രണ്ടാമത്തേല് നമുക്ക് എന്തായിരുന്നു? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയിരുന്നു. അപ്പോ ഇവിടെ എന്താ? വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എങ്ങനെയായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആയിരുന്നു. ഇവിടെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എന്തായി മാറും? ബി മൈനസ് എ ആയിട്ട് മാറും. എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എന്തായി മാറും? ബി മൈനസ് എ ആയിട്ട് മാറും. അതേപോലെ ഈ പ്ലസ് എ ബി എന്നുള്ളത് മാറിയിട്ട് എന്തായി? മൈനസ് എ ബി ആവും. അത്രയും ഡിഫറൻസ് ഉള്ളൂ. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 7x ആണ്. എയുടെ സ്ഥാനത്ത് നമുക്ക് 2 ആണ്. ബിയുടെ സ്ഥാനത്ത് നമുക്ക് 3 ആണ്. അപ്പൊ ചെയ്താലോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 7x മൈനസ് 2 ഇൻറ്റു 7x പ്ലസ് 3
ഈക്വൽ ടു 7x. ആദ്യം എന്താ എക്സ് സ്ക്വയർ, എക്സിന്റെ സ്ഥാനത്ത് 7x ആയ കാരണം നമുക്ക് എന്താണ് 7x സ്ക്വയർ പ്ലസ് ബി മൈനസ് എ. ബി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അപ്പൊ 3 മൈനസ് 2 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ് 7x, പ്ലസിന് പകരം ഇവിടെ ആരാ മൈനസ് ആണ് എ. ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 ഇൻറ്റു 3 7x സ്ക്വയർ, 7ന്റെ സ്ക്വയർ 49 ആണ്, എക്സിന്റെ സ്ക്വയർ എക്സ് പ്ലസ് 3 ഇൻറ്റു 3 മൈനസ് 2 1, 1 ഇൻറ്റു 7x 7x മൈനസ് 2 ഇൻറ്റു 3 6 ആണ്. ഓക്കെ, ഇനി അടുത്തത് 48 ഇൻറ്റു 56. ഈ 48ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 50 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ. അതേപോലെ 56ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 50 പ്ലസ് 6 എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 48 ഇൻറ്റു 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 മൈനസ് 2 ഇൻറ്റു 50 പ്ലസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായി, ഇവിടെ എക്സ് സ്ക്വയറിന്റെ പകരം എന്താവും 50 സ്ക്വയർ പ്ലസ് ബി മൈനസ് എ. ബി എന്ന് പറഞ്ഞ ഇവിടെ 6 ആണ്, എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 6 മൈനസ് 2 ഇൻറ്റു എക്സ്. എക്സ് ഇവിടെ എത്രയാ 50 മൈനസ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു 6. 15ന്റെ സ്ക്വയർ 2500 പ്ലസ് 6 മൈനസ് 2 എന്താണ് 4 ആണ്. 4 ഇൻറ്റു 50 എത്രയാ, 4 ഇൻറ്റു 50 200 ആണ്, മൈനസ് 12. അപ്പൊ എന്ത് വരും 2700 മൈനസ് 12 വരും. ആൻസർ എന്ത് വരും 8 6 2688 വരും. 2688 വരും. 2688 വരും. ഓക്കെ, അപ്പോ ഇത് മൂന്നെണ്ണമാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. അഞ്ചാമത്തത് വരുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിക്ക് പകരം എന്തായി എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയി. അവിടെ ആകെ വ്യത്യാസം എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള പ്ലസ് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറുന്നു മാത്രമാണ്. ഇനി അടുത്തത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. അവിടെയുള്ള വ്യത്യാസം എന്താ, എ മൈനസ് ബി എന്നുള്ളത് ബി മൈനസ് എ ആവും, അതേ എ പ്ലസ് ബി എന്നുള്ളത് ബി മൈനസ് എ ആവും, പ്ലസ് എ ബി എന്നുള്ളത് മൈനസ് എ ബി ആയിരിക്കും. അടുത്തതാണ് നമ്മുടെ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എത്രാമത്തെ, ഏഴാമത്തെ അല്ലേ. ഓക്കെ, ഏഴാമത്തത് എന്താ, എ എക്സ് പ്ലസ് ബി ഇൻറ്റു സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു എ സി എക്സ് സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ഡി സി ഇൻറ്റു എക്സ് പ്ലസ് ബി ഡി. എ എക്സ് ബി പ്ലസ് സി എക്സ് പ്ലസ് ഡി. എന്റെ കൂടെ ഒരു എന്തുണ്ടാവും, ഒരു നമ്പറും കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോയിഫിഷ്യന്റ് ഉണ്ടാവും. എയുടെ കൂടെ ഒരു കോയിഫിഷ്യന്റ് എക്സ് എന്നുള്ള കോയിഫിഷ്യന്റ് ഉണ്ടായിരിക്കും, പ്ലസ് ബി ഇൻറ്റു സിയുടെ കൂടെ ഒരു എക്സ് എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് ഉണ്ടാവും, പ്ലസ് ഡി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, എ സി എക്സ് സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു എക്സ് പ്ലസ് ബി ഡി ആയിരിക്കും. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ്, എ എന്ന് പറയുന്നത് 7 ആണ്, എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, ബി എന്ന് പറയുന്നത് എന്താണ് 2 ആണ്, സി എന്ന് പറയുന്നത് 6 ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തൂടെ. ഇനി എങ്ങനെ ചെയ്യാം, നമുക്ക് 7x പ്ലസ് 2 ഇൻറ്റു 6x പ്ലസ് 3 ഈക്വൽ ടു എന്താണ്, ആദ്യം എ സി എക്സ് സ്ക്വയർ. എ എത്രയാണ് 7, സി എന്ന് പറയുന്നത് എത്രയാ 6. അപ്പൊ 7 ഇൻറ്റു 6 എക്സ് സ്ക്വയർ, എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആയ കാരണം എക്സ് സ്ക്വയർ പ്ലസ് എ ഡി. എ എത്രയാണ് 7, ഡി എത്രയാണ് 3, 7 ഇൻറ്റു 3 പ്ലസ് ബി സി. ബി എന്ന് പറയുന്നത് എത്രയാണ് 2, സി എന്ന് പറയുന്നത് എത്രയാണ് 6, 2 ഇൻറ്റു 6 എക്സ് പ്ലസ് ബി ഡി. ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്, ബി എന്ന് പറയുന്നത് 2, ഡി എന്ന് പറയുന്നത് 3, 2 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ 7 ഇൻറ്റു 6 എത്ര, 7 6 42 എക്സ് സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു 3 7 ഇൻറ്റു 3 21 പ്ലസ് 2 ഇൻറ്റു 6 12 എക്സ് പ്ലസ് 2 ഇൻറ്റു 3 6. അപ്പൊ എന്ത് വരും 42 എക്സ് സ്ക്വയർ പ്ലസ് 21 ഇൻറ്റു 21 പ്ലസ് 12 എത്രയാണ് 33 എക്സ് പ്ലസ് 6. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ എന്തായി 42 എക്സ് സ്ക്വയർ പ്ലസ് 33 എക്സ് പ്ലസ് 6. മനസ്സിലായോ എങ്ങനെയാ വന്നത്? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 7th ഇട്ട് കണക്റ്റഡ് ആയിട്ടാണ് എട്ടാമത്തെ വന്നിട്ടുള്ളത്. എന്താണ് വന്നിട്ടുള്ളത്, എ എക്സ് മൈനസ് ബി ഇൻറ്റു സി എക്സ് മൈനസ് ഡി. നേരത്തെ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സി എക്സ് മൈനസ് ഡി ആയിരുന്നു. ഇവിടെ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്,
എ സി എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് ആയിരുന്നു നേരത്തെ, അതെന്തായി മാറി? മൈനസ് ആയിട്ട് മാറി. അത്രേ ഡിഫറൻസ് ഉള്ളൂ. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിവിടെ എ എന്ന് പറയുന്നത് ആദ്യം എ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് 7 ആണ്. എ എന്ന് പറയുന്നത് 7 ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ബി എന്ന് പറയുന്നത് 2 ആണ്. സി എന്ന് പറയുന്നത് 6 ആണ്. ടി എന്ന് പറയുന്നത് 3 ആണ്. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ്? 7x മൈനസ് 2 ഇൻറ്റു 6x മൈനസ് 3 ഈക്വൽ ടു എന്ത് വരും? 7x മൈനസ് 2 ഇൻറ്റു 6x മൈനസ് 3x മൈനസ് ബി ഇൻറ്റു സി എക്സ് മൈനസ് ടി ആയി. ആദ്യം എന്ത് വരും? എ സി എക്സ് സ്ക്വയർ. ഇവിടുത്തെ എത്രയാണ്? 7 ആണ്. സി എത്രയാണ്? 6 ആണ്. അപ്പൊ 7 ഇൻറ്റു 6 എക്സ് സ്ക്വയർ മൈനസ് അടുത്ത പ്ലസിന് പകരം എന്തായി? മൈനസ് ആയി. എ ഡി 7 ഇൻറ്റു ഡി 3 പ്ലസ് ഡി സി. ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 6, 2 ഇൻറ്റു 6 എക്സ് പ്ലസ് ബി ഡി. ബി എന്ന് പറയുന്നത് 2, ഡി എന്ന് പറയുന്നത് 2 ഇൻറ്റു 3. അപ്പൊ 7 ഇൻറ്റു 6 42. അപ്പൊ 42 എക്സ് സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 3 21 പ്ലസ് 2 ഇൻറ്റു 6 12 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 3 6. അപ്പൊ എന്ത് കിട്ടി? 42 42 എക്സ് സ്ക്വയർ മൈനസ് 21 ഇൻറ്റു പ്ലസ് 12 എത്രയാണ്? 33 എക്സ് പ്ലസ് 6. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ 9ൽ വരുന്നത് എന്ത് നേരത്തെ കണക്റ്റഡ് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് മൈനസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, പിന്നെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് ബി, പിന്നെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ചെയ്ത പോലെ തന്നെ ആദ്യം എ എക്സ് മൈനസ് ബി എ എക്സ് പ്ലസ് ബി ഇൻറ്റു സി എക്സ് പ്ലസ് ഡി ചെയ്തു. പിന്നെ എ എക്സ് മൈനസ് ബി ഇൻറ്റു സി എക്സ് മൈനസ് ഡി ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എ എക്സ് മൈനസ് ബി ഇൻറ്റു സി എക്സ് മൈനസ് ഡി ആണ്. ഇതിൽ വ്യത്യാസം വരുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് നെഗറ്റീവായി മാറി. ഇവിടെ എല്ലാ പോസിറ്റീവും നെഗറ്റീവായി മാറി. പിന്നെ എ ഡി പ്ലസ് ഡി സി എന്നുള്ളത് എന്തായി? ഡി സി മൈനസ് എ ഡി എന്നായി. അച്ഛയാണ് വ്യത്യാസം വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ എന്ന് പറയുന്നത് 7 ആണ്. സി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. പിന്നെ ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 6, ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ചെയ്യുമ്പോ എങ്ങനെ വരും? 7x മൈനസ് 2 ഇൻറ്റു 6x പ്ലസ് 3 ഈക്വൽ ടു എ സി എക്സ് സ്ക്വയർ. എ സി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു സി 6 എക്സ് സ്ക്വയർ മൈനസ് ഡി സി. ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 6 മൈനസ് എ ഡി. എ എന്ന് പറയുന്നത് 7, ഡി എന്ന് പറയുന്നത് 3 എക്സ് മൈനസ് ബി ഡി. ബി എന്ന് പറയുന്നത് 2, ഡി എന്ന് പറയുന്നത് 3. അപ്പൊ എന്ത് കിട്ടും? 7 ഇൻറ്റു 6 42 എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 6 12 മൈനസ് 21 എക്സ് മൈനസ് 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 6. അതായത് എന്ത് കിട്ടി? 42 എക്സ് സ്ക്വയർ പ്ലസ് 9 12 മൈനസ് 21 മൈനസ് 9 ആണ്. അപ്പൊ 9 എക്സ് മൈനസ് 6. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്ത സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൊത്തം 9 എണ്ണം ഡിസ്കസ് ചെയ്തു. സ്ക്വയർ വന്നിട്ടുള്ള 9 എണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡിസ്കസ് ചെയ്തു. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു 2ab പ്ലസ് ബി സ്ക്വയർ ആണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. പിന്നെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ആണ്. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ആണ്. പിന്നെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി മൈനസ് എ എക്സ് മൈനസ് എ ബി ആണ്. പിന്നെ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സി എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് എ സി എക്സ് സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി സി എക്സ് പ്ലസ് ബി ഡി ആണ്. പിന്നെ എക്സ് മൈനസ് ബി സി എക്സ് മൈനസ് ടി എന്ന് പറയുന്നത് എ സി എക്സ് സ്ക്വയർ മൈനസ് എ ഡി പ്ലസ് ബി സി എക്സ് പ്ലസ് ബി ഡി ആണ്. പിന്നെ എക്സ് മൈനസ് ബി സി എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് എ സി എക്സ് സ്ക്വയർ മൈനസ് ബി സി മൈനസ് എ ഡി എക്സ് മൈനസ് ബി ഡി ആണ്. ഇനി നമ്മൾ പറയുന്നത് എ പ്ലസ് ബി ഓൾ ക്യൂബ് ആണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇതുവരെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് എ സ്ക്വയർ ക്യൂബ് ആണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇതും അടുത്തതാണ്. അതായത് 10ാമത്തെ എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്.
ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ക്യൂബ് ആണ്. അതായത് 101 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 101നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 1 ഓൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അതായത് എയുടെ സ്ഥാനത്ത് ആരായി? 100 ആയി. ബിയുടെ സ്ഥാനത്ത് ആരായി? സ്ക്വയർ അല്ല, സോറി, ക്യൂബ്. ബിയുടെ സ്ഥാനത്ത് ആരായി? 1 ആയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 101 ഓൾ ക്യൂബിനെ നമ്മൾ എന്തായിട്ട് എഴുതി? 100 പ്ലസ് 1 ഓൾ ക്യൂബ് ആയിട്ട് എഴുതി. അതായത് എ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? 100 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 100. എ എന്ന് പറഞ്ഞാൽ 100, ബി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 101 പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 1ന്റെ ക്യൂബ്. ഓക്കെ, അപ്പൊ 100ന്റെ ക്യൂബ് എന്ന് പറയുമ്പോ എത്രയാണ്? 100ന്റെ ക്യൂബ് എന്ന് പറയുമ്പോ 100 ഇൻറ്റു 100 വരുമ്പോ 10,000 വരും. ഒരു 100 കൂടി വരുമ്പോ 2 0 കൂടി വരും. പ്ലസ് 3 ഇൻറ്റു 100 300 ഇൻറ്റു 101 പ്ലസ് 1. ഓക്കെ, അപ്പൊ അത് വരുമ്പോ എന്ത് വരും? പ്ലസ് 300 ഇൻറ്റു 101 വരുമ്പോ എന്ത് വരും? 303 പ്ലസ് 1. ഇത് ആഡ് ചെയ്യുമ്പോ എന്ത് വരും? 5. അപ്പൊ 1 2 3 4 5 3000. അതായത് 10,30,301 കിട്ടും. മനസ്സിലായോ എങ്ങനെയാണ് 101 ക്യൂബ് വന്നതെന്ന്? 101 ക്യൂബ് എന്ത് ചെയ്തു? നമ്മൾ 100 പ്ലസ് 1 ഓൾ ക്യൂബ് ആണ് ചെയ്തത്. 100 പ്ലസ് 1 ഓൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് 100, ബി എന്ന് പറയുന്നത് 1 എടുത്തു. എന്നത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി എ പ്ലസ് ബി ഓൾ ക്യൂബ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യാണ്? എ മൈനസ് ബി ഓൾ ക്യൂബ് ചെയ്യണം. അതാണ് നമ്മുടെ 11ാമത്തത്. എ മൈനസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകെ മാറ്റം വരുന്നത് എന്താണ്? ഇവിടുത്തെ 2 പ്ലസ് മാറി ഇവിടെ എന്തായി? മൈനസ് ആയി എന്നുള്ളതേ ഉള്ളൂ. എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ബി ക്യൂബ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നാൽ 19 ക്യൂബ് ആണ്. 19 ക്യൂബിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 20 മൈനസ് 1 ഓൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 20 മൈനസ് 1 ഓൾ ക്യൂബ് എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എ എന്ന് പറയുന്നത് 20 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1. എ പ്ലസ് ബി 20 പ്ലസ് 1 മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് 1 ക്യൂബ് ആണ്. സോറി, ഇവിടെ സ്ക്വയർ അല്ല, ക്യൂബ് ആണ് കേട്ടോ. അപ്പൊ 20 ക്യൂബ്, 2ന്റെ ക്യൂബ് 8 ആണ്. 20ന്റെ ക്യൂബ് എന്താണ്? 400 ആണ്. അപ്പൊ 80 എന്താണ്? 20യുടെ സ്ക്വയർ 400 ആണ്. അപ്പൊ 20യുടെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8,000 ആയിരിക്കും. മൈനസ് 3 ഇൻറ്റു 20 60 ഇൻറ്റു 1 60 പ്ലസ് 20 ഇൻറ്റു 21 മൈനസ് 1 അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 8,000 മൈനസ് 21 ഇൻറ്റു 6 ചെയ്താൽ എങ്ങനെ കിട്ടുക? 21 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 6 120. അപ്പൊ എന്ത് കിട്ടും? 1,260 മൈനസ് 1 കിട്ടും. ഇത് നമുക്ക് മൈനസ് ചെയ്യണം. 8,000 മൈനസ് 1,260 ചെയ്ത് കഴിഞ്ഞാൽ 6000 ഇതെന്തായി? 7 ആയി, 9 ആയി, 10 ആയി. 10 6 പോയ 4, 9 2 പോയ 7, പിന്നെ 7 1 പോയ 6740. പിന്നെ എന്ത് ചെയ്യണം? മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6739 കിട്ടി. അതാണ് 19ന്റെ ക്യൂബ് വരുന്നത്. ഓക്കെ, അപ്പൊ എ മൈനസ് ബി ഓൾ ക്യൂബ് വന്നാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞല്ലോ? എ പ്ലസ് ബി ഓൾ ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ക്യൂബ് ആണ്. എ മൈനസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ബി ക്യൂബ് ആണ്. ഇനി അടുത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താ ചെയ്തത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താന്ന് കണ്ടുപിടിച്ച പോലെ നമ്മൾ എന്താ പറയുന്നത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മുടെ 12ാമത്തെ. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു
അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എ പ്ലസ് ബി എടുത്തു, എന്നിട്ട് അതിന്റെ കൂടെ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതൊന്ന് ചെയ്താലോ. അവിടെ എന്താ 674 ഇൻറ്റു 674 ഇൻറ്റു 674, അതായത് അതിന് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം, 674 ക്യൂബ് എന്ന് എഴുതാം. മൈനസ് 326 ഇൻറ്റു 326 ഇൻറ്റു 326 എന്ന് പറഞ്ഞാൽ എന്താണ്, 326ന്റെ ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ 674 ഇൻറ്റു 674, അതായത് അതെന്താണ് 674 സ്ക്വയർ ആണ്. മൈനസ് 674 ഇൻറ്റു 326 പ്ലസ് 326 ഇൻറ്റു 326, അതിന്റെ അർത്ഥം എന്താ, 326 സ്ക്വയർ ആണ്. അപ്പൊ നോക്കിയേ, 674 ക്യൂബ് മൈനസ് 326 ക്യൂബ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ല, മൈനസ് അല്ല, പ്ലസ് 326 ക്യൂബ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലല്ലേ മുകളിൽ കിടക്കുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അത് നമുക്ക് എന്തെഴുതാം, 674 ക്യൂബ് പ്ലസ് 326 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 674 പ്ലസ് 326 ഇൻറ്റു എന്താണ്, എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്, 674 സ്ക്വയർ മൈനസ് എ ബി 674 ഇൻറ്റു 326 പ്ലസ് എന്താണ് 326 സ്ക്വയർ ആണ്. ഇതാണ് നമുക്ക് ഈ മോളത്തെ ന്യൂമറേറ്റർ കിട്ടുക, അംശം നമുക്ക് കിട്ടുക. അപ്പൊ അതിന് അംശത്തെ നമുക്ക് ന്യൂമറേറ്ററിന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എന്താണ് 674 പ്ലസ് 326 ഇൻറ്റു എന്താണ് 674 സ്ക്വയർ മൈനസ് 674 ഇൻറ്റു 326 പ്ലസ് 326 സ്ക്വയർ divided by 674 square minus 674 into 326 plus 326 സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും സിമിലർ അല്ലേ. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നതും ഈ താഴെ കിടക്കുന്ന ഛേദം ഡിനോമിനേറ്റർ സെയിം അല്ലേ. 674 സ്ക്വയർ മൈനസ് 674 ഇൻറ്റു 326 പ്ലസ് 326 സ്ക്വയർ അല്ലേ. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 674 പ്ലസ് 326 ആണ് ഉണ്ടാവുള്ളൂ. 674 പ്ലസ് 326 എന്ന് പറയുന്നത് എത്രയാണ്, 1000 ആണ്. മനസ്സിലായോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്നതിന് അത് ഷോർട്ട് ഫോം ആക്കി മാറ്റി, എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആയിട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എ ക്യൂബ് മൈനസ് ബി ക്യൂബും കൂടി ചെയ്യണം. അതിന് ഒന്നും മാറ്റില്ല, എ പ്ലസ് ബി എന്നുള്ളത് എന്തായി മാറി, ഇവിടെ എ മൈനസ് ബി ആയിട്ട് മാറി. നേരത്തെ എ സ്ക്വയർ മൈനസ് എ ബി ആയിരുന്നു, ഇവിടെ എന്തായിട്ട് മാറി, പ്ലസ് എ ബി ആയിട്ട് മാറി. നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ട്. 857 എന്താക്കിയിട്ടുണ്ട്, 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് 857 ക്യൂബ് ആണ്. മൈനസ് 537 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ 857 ഇൻറ്റു 857 എന്താണ്, 857 സ്ക്വയർ പ്ലസ് 857 ഇൻറ്റു 537 പ്ലസ് 537 സ്ക്വയർ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്താം, 857 ക്യൂബ് മൈനസ് 37 സ്ക്വയർ ക്യൂബിനെ നമുക്ക് എന്താക്കി എഴുതാം, എ മൈനസ് ബി, അതായത് 857 മൈനസ് 537 ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 857 സ്ക്വയർ പ്ലസ് എ ബി 857 ഇൻറ്റു 537 പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 537ന്റെ സ്ക്വയർ. ഇതാണല്ലോ. ഇനി നമുക്കിത് ക്വസ്റ്റ്യനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 857 മൈനസ് 537 ഇൻറ്റു 857 സ്ക്വയർ പ്ലസ് 857 into 530 into 537 plus 537 സ്ക്വയർ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടുത്തെ ചെയ്ത് എന്താണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്താണ്, 857 സ്ക്വയർ പ്ലസ് 857 into 537 പ്ലസ് 537 സ്ക്വയർ ആണ് അല്ലെ.
നോക്കിക്കേ, ഈ ബ്രാക്കറ്റിലുള്ള സാധനം ഈ താഴെയുള്ള ഛേദം ഡിനോമിനേറ്ററും തുല്യല്ലേ. അപ്പൊ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? 857 മൈനസ് 537 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 പോയ 0, 5 3 പോയ 2, 8 5 പോയി കഴിഞ്ഞാൽ 3, എന്ത് കിട്ടും? 320. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? സ്പെഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. 13 സ്പെഷ്യൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 13 സ്പെഷ്യൽ പ്രോഡക്ട്സിന്റെ ഇക്വേഷൻസും പഠിക്കുക, എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക, എന്നിട്ട് എക്സ്ട്രാ എക്സാമ്പിൾസ് തന്നിരിക്കുന്ന എക്സാമ്പിൾസും ചെയ്യുക, എക്സ്ട്രാ എക്സാമ്പിൾസും നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. രണ്ടാമത്തത് a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. മൂന്നാമത്തത് a + b ഇൻറ്റു a - b ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. നാലാമത്തത് x + a ഇൻറ്റു x + b ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് a + b ഇൻറ്റു x + ab ആണ്. അതിന്റെ തന്നെ മൈനസ് ആണ് വരുന്നത്. അതായത് x - a ഇൻറ്റു x - b ഈക്വൽ ടു x സ്ക്വയർ മൈനസ് a + b x + ab ആണ്. ഇനി അതിന്റെ 1 - 1 പ്ലസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് x - a ഇൻറ്റു x + b ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് b - a ഇൻറ്റു x - ab ആണ്. ഇനി ax + b ഇൻറ്റു cx + d എന്ന് പറഞ്ഞാൽ acx സ്ക്വയർ പ്ലസ് ab പ്ലസ് bcx പ്ലസ് bd ആണ്. ഇനി അതിന്റെ മൈനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത്? ax - b ഇൻറ്റു cx - d ഈക്വൽ ടു acx സ്ക്വയർ മൈനസ് ad പ്ലസ് bcx പ്ലസ് bd ആണ്. ഇനി അതിന്റെ 1 മൈനസും 1 പ്ലസും വന്നാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ax - b ഇൻറ്റു cx പ്ലസ് d ഈക്വൽ ടു acx സ്ക്വയർ മൈനസ് bc മൈനസ് ad ഇൻറ്റു x മൈനസ് bd ആണ്. ഇനി ക്യൂബിലേക്കാണ് കിടക്കുന്നത്. അതായത് a + b ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു a + b പ്ലസ് ബി ക്യൂബ് ആണ്. ഇനി അതിന്റെ മൈനസ് വന്നാൽ a - b ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a + b മൈനസ് b ക്യൂബ് ആണ്. ഇനി a ക്യൂബ് പ്ലസ് ബി ക്യൂബ് വന്നാൽ a + b ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ എന്നും. ഇനി അതിന്റെ മൈനസ് വന്നാൽ അതായത് a ക്യൂബ് മൈനസ് b ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a - b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്പെഷ്യൽ പ്രോഡക്ട്സ് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഫാക്ടറൈസേഷൻ ആണ് പറയാൻ പോകുന്നത്. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുപദങ്ങളുടെ ഘടകങ്ങൾ ആക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Factorization of a polynomial is a process of writing the polynomial as a product of two or more polynomials. Each polynomial in the product is called a factor of the given polynomial. അതായത് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിനോമിയലിനെ രണ്ടോ രണ്ടിൽ കൂടുതലോ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ പോളിനോമിയലിനെയും ആ ഒരു പ്രോഡക്റ്റിലെ ഓരോ പോളിനോമിയലിനെയും നമ്മൾ ഫാക്ടർ എന്നാണ് പറയുക. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബഹുപദത്തെ രണ്ടോ അതിലധികമോ ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുന്ന പ്രക്രിയയാണ് ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കൽ. ഒരു ബഹുപദം എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആണ്. ഒരു ബഹുപദത്തെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഘടകങ്ങളുടെ അല്ലെങ്കിൽ ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുന്ന പ്രക്രിയനെയാണ് ബഹുപദങ്ങൾ ഘടകങ്ങളാക്കൽ എന്ന് പറയുന്നത്. ആ ഗുണനപദത്തിലെ ഓരോ ബഹുപദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ ഘടകം, ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ 6നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? 3 × 2 ആയിട്ട് എഴുതാൻ പറ്റും. ഈ 3ഉം 2 ആണ്, ഇതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. 6നെ നമ്മൾ 3 × 2 ആയിട്ട് എഴുതുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ, ഘടകങ്ങളാക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യനെ നമ്മൾ എന്താക്കി? രണ്ടിൽ കൂടുതൽ, രണ്ടിലധികമോ സംഖ്യകളുടെ എന്തായിട്ട് എഴുതി? പ്രോഡക്റ്റ് ആയിട്ട്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണനഫലമായിട്ട് എഴുതി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഘടകങ്ങളാക്കൽ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 3ഉം 2 ആണ് ഇവരുടെ ഘടകം അഥവാ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഫാക്ടറൈസേഷൻ? അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇപ്പോ എക്സ് ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ് ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എക്സ് ക്യൂബിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും?
എക്സ് ഇൻറ്റു എക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എക്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് എക്സ് ക്യൂബിനെ നമ്മൾ എന്തായിട്ട് എഴുതി? എക്സ് ഇൻറ്റു എക്സ് ആയിട്ട് എഴുതി, ഘടകങ്ങളാക്കിയിട്ട് എഴുതി. ഇതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ, ഘടകങ്ങളാക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫാക്ടറൈസേഷൻ കുറച്ച് ടൈപ്പ് ഉണ്ട്. എങ്ങനെയൊക്കെ ഫാക്ടറൈസേഷൻ ചെയ്യാം, എങ്ങനെയൊക്കെ ഘടകങ്ങളാക്കാം എന്നുള്ളത് കുറച്ച് ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലാദ്യം ഫാക്ടറൈസേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, വിതരണ നിയമം പ്രയോഗിച്ചുള്ള ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കൽ. വിതരണ നിയമം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കാം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 10a മൈനസ് 25 ആണ്. ഇതില് നമുക്ക് കോമൺ ആയിട്ട് ഒരു സംഖ്യനെ പുറത്തേക്ക് എടുക്കണം. ഇപ്പൊ ഇവിടെ 10a ആണ്, ഇവിടെ 25 ആണ്. ഇതിൽ നിന്ന് നേരിട്ട് നമുക്കൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം 10ഉം 25ഉം ഏതോ ഒരു നമ്പറിന്റെ കോമൺ മൾട്ടിപ്ലൈ ആണ്. ഏതിന്റെയാണ്? ഒരു കോമൺ, ഒരു സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബഹുപദമാണെന്ന് നമുക്കറിയാം. അതായത് 10a നമുക്ക് എന്ത് എഴുതാം? 5 ഇൻറ്റു 2a എന്ന് എഴുതാലോ. 10നെ നമുക്ക് എന്ത് എഴുതാം? 5 ഇൻറ്റു 2a എന്ന് എഴുതാം. മൈനസ് 25ന് നമുക്ക് എന്ത് എഴുതാം? 5 ഇൻറ്റു 5 ആയിട്ട് എഴുതാലോ. ഇനി ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും ഒരു 5 ഉണ്ട്. അപ്പൊ നമുക്ക് ആ 5നെ പുറത്തേക്ക് എടുക്കാലോ. എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 2a, ബാക്കി ആരാ ഉണ്ടാവുക? 2a ഉണ്ടാവും. ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 5 ബാക്കി ഉണ്ടാവും. 2a മൈനസ് 5 ബാക്കി ഉണ്ടാവും. അപ്പോ ഇവിടത്തെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ആരാണ്? ഇവിടുത്തെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ആരാണ് ഉണ്ടാവുക? 5ഉം 2a മൈനസ് 5ഉം ആണ് ഉണ്ടാവുക. 2a മൈനസ് 5 ആണ് ഉണ്ടാവുക. 5ഉം പിന്നെ ആരാണ്? 2a മൈനസ് 5ഉം ആണ് ഇവിടത്തെ ഘടകങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് ഫാക്ടറൈസേഷൻ ഇൻവോൾവിംഗ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ്, രണ്ട് വർഗങ്ങളുടെ വ്യത്യാസം അടിസ്ഥാനമാക്കിയുള്ള ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കൽ. രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമാക്കിയിട്ടാണ്. അതായത് നമുക്കറിയാം 9x² എന്ന് പറയുന്നത് എന്താണ്? 3x ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അതേപോലെ 16y² എന്ന് പറയുന്നത് എന്താണ്? 4y ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവരിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3x ഹോൾ സ്ക്വയർ മൈനസ് 4y ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എഴുതാലോ. ഇപ്പൊ ഇവരെന്ത് ഫോർമാറ്റിലാണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോർമാറ്റിലാണല്ലോ. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണല്ലോ. a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണ്. അപ്പൊ നമുക്ക് എന്തായിട്ട് എഴുതാം? 3x സ്ക്വയർ മൈനസ് 4y സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3x ഹോൾ സ്ക്വയർ മൈനസ് 4y ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് b. ഇവിടുത്തെ a ആരാണ്? 3x ആണ്. പ്ലസ് b എന്ന് പറയുന്നത് ആരാണ്? 4y ആണ്. ഇൻറ്റു a എന്ന് പറയുന്നത് 3x ആണ്, മൈനസ് b എന്ന് പറയുന്നത് 4y ആണ്. അപ്പൊ ഇവിടുത്തെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 3x പ്ലസ് 4y അതേപോലെ 3x മൈനസ് 4y ആണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫാക്ടറൈസേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും പറഞ്ഞു. പിന്നെ ഒന്ന് ഫാക്ടറൈസേഷൻ ഇൻവോൾവിംഗ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഫാക്ടറൈസേഷൻ ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ട്രൈനോമിയൽ, പൂർണ്ണവർഗ ത്രിപദത്തിന്റെ ഘടകങ്ങളാക്കൽ. അതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. 9x² പ്ലസ് 24xy പ്ലസ് 16y². 9x² നമുക്ക് എന്തായിട്ട് എഴുതാം? 9x² നമുക്ക് എന്തായിട്ട് എഴുതാം? 3x ഹോൾ സ്ക്വയർ എന്നായിട്ട് എഴുതാലോ. ഈ 24xy നമുക്ക് എന്തായിട്ട് എഴുതാം? 2 ഇൻറ്റു 3x ഇൻറ്റു 3x ഇൻറ്റു എന്തായിട്ട് എഴുതാം? 4y എന്ന് എഴുതാലോ. നോക്കിക്കേ, 2 3 6 6 ഇൻറ്റു 4 24. അപ്പൊ അങ്ങനെ എഴുതാലോ. ഇനി 16y² നമുക്ക് എന്തായിട്ട് എഴുതാം? 4y ഹോൾ സ്ക്വയർ എന്നായിട്ട് എഴുതാം. നോക്കിയേ, 9x² എന്തായിട്ട് എഴുതി? 3x ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതി. 24xy എന്തായിട്ട് എഴുതി? 2 ഇൻറ്റു 3x ഇൻറ്റു 4y ആയിട്ട് എഴുതി. 16y² എന്തായിട്ട് എഴുതി? 4y² ആയി. ഇതിപ്പോ ഏത് ഫോർമാറ്റിലാണ് നിൽക്കുന്നത്? a² പ്ലസ് 2ab പ്ലസ് b² ഫോർമാറ്റിലാണ് നിൽക്കുന്നത്.
അതായത് അതെന്താണ് a+b ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇത് ഈക്വൽ ടു എന്താണ്? 3x² + 2 ഇൻറ്റു ഇവിടെ a എന്താണ്? 3x ആണ് പ്ലസ് 4y ഹോൾ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? ഈ 9x² + 24xy + 16y² എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഘടകങ്ങൾ അപ്പൊ ഇതൊക്കെയാണ്, ഇവരുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3x + 4y 3x + 4y ഇതാണ് അവരുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 3x + 4y ഇൻറ്റു 3x + 4y അല്ലെ 3x + 4y ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 3x + 4y 3x + 4y ആണ് ഇവരുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ ചെയ്ത് നമ്മള് 9x² നമ്മൾ എന്തായിട്ട് മാറ്റി? 9x² നമ്മൾ 3x ഹോൾ സ്ക്വയർ ആയിട്ട് മാറ്റി. 24xy എങ്ങനെ ആദ്യം അത് കഴിഞ്ഞ് നമ്മൾ നേരെ 16xy² നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? 4y ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇവിടെ 4yയും ഇവിടെ 3xും. അപ്പൊ അതിന്റെ ഒരു ടേമിൽ എഴുതുമ്പോൾ നമുക്ക് 2നെ പുറത്തേക്ക് എഴുതാം, ബാക്കി 12 ആണ്. 12 എന്ന് പറയുമ്പോൾ 3 × 4 അല്ലേ? 12 എന്ന് പറയുമ്പോൾ 3 × 4 അല്ലേ? അപ്പൊ 2 × 3x × 4y ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? 24xy എന്ന് പറയുന്നത്. ആ ഒരു ഫോർമാറ്റിൽ ചെയ്തപ്പോ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? ഫാക്ടേഴ്സ് എന്ത് കിട്ടി? 3x + 4y × 3x + 4y കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നാലാമത്തത് ഫാക്ടറൈസേഷൻ ഓഫ് എ പോളിനോമിയൽ റെഡ്യൂസിബിൾ ടു ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ്. രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമായി രൂപാന്തരപ്പെടുത്താവുന്ന ബഹുപദത്തിന്റെ ഘടകങ്ങളാക്കുക. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x⁴ + 4y⁴ എന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? x² ഹോൾ സ്ക്വയർ പ്ലസ് 2y² ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ഇതെന്തായി? a² + b² ആയി. ഇതിന്റെ കൂടെ നമുക്ക് എന്തും കൂടി വന്നാലാണ് a+b ഹോൾ സ്ക്വയർ ആക്കാൻ പറ്റുക. ഇതിന്റെ കൂടെ ആരും കൂടി വരണം. a+b ഹോൾ സ്ക്വയർ ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ ആരും കൂടി വരണം? 2 × x² × 2y² കൂടി വരണം. ഇതും കൂടി വന്നാലാണ് ഇതിന് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? a+b ഹോൾ സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഞാൻ ഇവിടെ എഴുതി. ഇതേ സാധനത്തിനെ തന്നെ ഞാൻ ഇവിടെ മൈനസ് ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ എന്താണ് ഇതിൽ നമ്മൾ മാറ്റം വരുത്തിയത്? ഇത് രണ്ടും മൈനസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 0 ആണ്. വലിയ മാറ്റമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ നമുക്ക് a+b ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. a+b ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതാം? x² + 2y² ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. മൈനസ് ഇവിടെ ആരുണ്ട്? 2x² 2y² ഉണ്ട്. 2x² 2y² എന്ന് പറഞ്ഞാൽ ആരാണ്? x² + 2y² ഹോൾ സ്ക്വയർ മൈനസ് 4x² y² ആണ്. ആണല്ലോ, 4x² y² ആണ്. അപ്പോ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇതിപ്പോ എന്ത് ഫോർമാറ്റിലാണ്? 4x² y² എന്ന് പറയുന്നത് തന്നെ എന്താക്കിയിട്ട് എഴുതാം എനിക്ക്? x² + 2y² ഹോൾ സ്ക്വയർ മൈനസ് 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. x-ന്റെ റൂട്ട് x²ന്റെ റൂട്ട് x, y²ന്റെ റൂട്ട് y, 2xy ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇപ്പൊ ഇത് എന്ത് ഫോർമാറ്റിലായി? ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് a² - b² ഫോർമാറ്റിലായല്ലോ. a² - b² എന്ന് പറഞ്ഞാൽ എന്താ? a² - b² എന്ന് പറഞ്ഞാൽ എന്താ? b² എന്ന് പറഞ്ഞാൽ എന്താ? a+b × a - b ആണ്. അപ്പൊ ഇതിനെ അങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? a+b × a - b എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? x² + 2y² പ്ലസ് b² ഇവിടെ എന്താണ്? 2xy അല്ലെ? ഇൻറ്റു അടുത്തത് x² + 2y² മൈനസ് 2xy ആണല്ലോ. അപ്പൊ നമ്മുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? x² + 2y² + 2xy ഇൻറ്റു x² + 2y² മൈനസ് 2xy ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ഇവിടുത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. നമ്മുടെ അടുത്തതാണ് ഇനി പറയുന്നത്. അടുത്തതാണ് ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ്. അതായത് പൂർണ്ണഘന ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് നമുക്കിവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x³ + 6x² + 12xy² + 8y³ അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? x³ അങ്ങനെ നിർത്തി. ഈ 6x² യിൽ നിന്ന് ഞാൻ
3x² പുറത്തേക്ക് എടുത്തു. ബാക്കി ആരുണ്ട്? 2y ഉണ്ട്. പ്ലസ് ഈ 12xy എന്നും അതേപോലെ 3x പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ആരുണ്ട്? അവിടെ 3y² ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ആരുണ്ട്? 4x ഉണ്ട്. പ്ലസ് 8y³. 8y³ എന്ന് പറയുന്നത് എന്താണ്? 2y³ ആണ്. ആണല്ലോ, 2y³ ആണ്. അപ്പൊ നമ്മള് ഇത് ഏത് ഫോർമാറ്റിലാണ് ഇപ്പൊ ഉള്ളത്? a+b³ എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. a+all³ എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് a+b² എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ a എന്ന് പറയുന്നത് x² ആണ്. 2y ഇൻറ്റു സോറി, ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? ഒരു മിനിറ്റ്, ആദ്യം മുതൽ പറഞ്ഞുതരാവേ. അതായത് x³ പ്ലസ് 6x² പ്ലസ് 12xy² പ്ലസ് 8y³ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇതിലെ x³ ഞാൻ അങ്ങനെ നിർത്തി. ഈ 6x²y നിന്ന് 3x² ഇങ്ങോട്ട് മാറ്റി നിർത്തി. 3 എന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേഷനിലുള്ളത്, x² എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തേന്ന് ഇങ്ങോട്ട് മാറ്റി നിർത്തി. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 2y ബാക്കിയുണ്ട്. പ്ലസ് ഇവിടെ അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്? മാറ്റി നിർത്തുമ്പോൾ 3x ഇങ്ങോട്ട് മാറ്റി നിർത്തി. 3x എന്ത് ചെയ്തു? മാറ്റി നിർത്തി. ബാക്കി അവിടെ ഉണ്ടാവുക 4y² ഉണ്ടാവും. പ്ലസ് 8y³ എന്നുള്ളതിനെ എന്താക്കിയിട്ട് എഴുതാം? 2y³ എന്നാക്കിയിട്ട് എഴുതാം. അപ്പൊ ഇതില് എങ്ങനെ ഇനി ഇതിനെങ്ങനെ ഒന്നുകൂടി എഴുതാം? x³ പ്ലസ് 3x², 2y ഇവിടെ ഉണ്ട്, പ്ലസ് 3x ഇവിടെ ഉണ്ട്. ഈ 4y² എന്താക്കിയിട്ട് എഴുതാം? 2y² ആയിട്ട് എഴുതാം. പ്ലസ് 2y³. അതായത് ഇത് ഏത് ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്? a³ പ്ലസ് 3a²b പ്ലസ് 3ab² പ്ലസ് b³ എന്നുള്ള ഫോർമാറ്റിലാണ് ഇപ്പൊ ഇതുള്ളത്. അതായത് ഇതെന്താണ്? a+b² ആണ്. ഇതെന്താണ്? a+b³ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? x ആണ്. a എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? x ആണ്. b എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 2y ആണ്. അപ്പൊ x+2y³ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ ഇവരെ ഫാക്ടേഴ്സ് ആരാണ്? x+2y ആണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമുക്ക് തന്ന ഇക്വേഷനെ നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് ആക്കി? a+b³ ആക്കിയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിന്ന് ഫാക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽ ഇൻവോൾവിംഗ് സം ഓർ ഡിഫറൻസ് ഓഫ് 2 ക്യൂബ്സ്. 2 ഘനങ്ങളുടെ തുകയോ വ്യത്യാസമോ ഉപയോഗിച്ചുള്ള ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കാൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇത് നമ്മൾ അറിയാം അല്ലെ. നമുക്കറിയാം a³ പ്ലസ് a³ പ്ലസ് b³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a³ പ്ലസ് b³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞ? a+b ഇൻറ്റു a² മൈനസ് ab പ്ലസ് b² ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 64a³ പ്ലസ് 27b³ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. ഇതിനെങ്ങനെ ആക്കിയിട്ട് എഴുതാം? ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? 64a ആണ്. അപ്പൊ 64a പ്ലസ് 27b³ എന്ന് പറയുന്നത് ഇവിടെ b എന്ന് പറയുന്നത് ആരാണ്? 27b ആണ്. 27b ഇൻറ്റു ഇവിടെ എന്താ? 64a² മൈനസ് ab എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 64a ആണ് ഇൻറ്റു 27b പ്ലസ് b². b എന്ന് പറയുന്നത് ആരാണ്? 27b ആണ്. അപ്പൊ 27b². ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം. സോറി, ഇതിലൊരു ചെറിയ തെറ്റുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 64a³ 27b³ നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെ. ക്യൂബിന്റെ ഫോർമാറ്റിൽ ആക്കണം. ഇപ്പൊ 64 എന്ന് പറയുന്നത് ഏതിന്റെ ക്യൂബാണ്? 4ന്റെ ക്യൂബാണ്. അപ്പൊ ഈ 64a³ എന്ന് പറയുന്നത് എന്താണ്? 4a³ ആണ്. പ്ലസ് 27a³ എന്ന് പറയുന്നത് ഏതിന്റെയാണ്? 3ന്റെ ക്യൂബാണ്. അപ്പൊ 3b³ ആണ്. 3b² ആണ്. അപ്പൊ എന്ത് കിട്ടും? ഇത് 64a³ പ്ലസ് 27b³ എന്ന് പറഞ്ഞാൽ എന്താണ്? 4a³ പ്ലസ് 3b³ ആണ്. 3b² ആണ്. നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ
ആദ്യം എന്ത് ചെയ്യണം? എ പ്ലസ് ബി ആണ് അല്ലെ, അതായത് 4a പ്ലസ് 3b ഇൻറ്റു ഇനി എന്താ 4a സ്ക്വയർ, 4a സ്ക്വയർ മൈനസ് 4a ഇൻറ്റു ബി അല്ലേ, എ ബി അല്ലേ, അപ്പൊ 4a ഇൻറ്റു 3ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3bയുടെ സ്ക്വയർ. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4a പ്ലസ് 3b അങ്ങനെ നമ്മൾ നിർത്തി. അതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകമാണ് നമ്മുടെ ഇത് 4a സ്ക്വയർ എന്ന് പറഞ്ഞാല് 16a സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9b സ്ക്വയർ. ഇതാണ് നമ്മുടെ ആര് എന്ന് പറയുന്നത് ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4a പ്ലസ് 3bയും 16a സ്ക്വയർ മൈനസ് 12ab പ്ലസ് 9b സ്ക്വയറുമാണ് നമ്മുടെ അവിടുത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. അതാണ് ഏഴാമത്തതാണ് ഫാക്ടറൈസിങ് ട്രൈനോമിയൽസ് ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. മധ്യപദത്തെ വിഭജിച്ച് ത്രിപദങ്ങളെ ഘടകങ്ങളാക്കൽ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷന് നമ്മൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ എ എന്ന് പറയുന്നത് ആരാണ്? എ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ മുന്നിൽ 1 ആണ് കോഎഫിഷ്യന്റ് വരുന്നത്. എക്സിന്റെ മുന്നിൽ വരുന്ന കോഎഫിഷ്യന്റ് ആണ് ബി എന്ന് പറയുന്നത്. അത് ഇവിടെ എന്താണ്? 3 ആണ്. ഇനി സിന്റെ കോഎഫിഷ്യന്റ് ആണ് ആര്? 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കണം? എ പ്ലസ് സി ആയിരിക്കണം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഇൻറ്റു സി ആയിരിക്കണം. ഇതാണെങ്കിൽ നമുക്ക് അവരുടെ ഘടകങ്ങളായിട്ട് എഴുതാനും പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. സി എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. അപ്പൊ 1 പ്ലസ് 2 ശരിയല്ലേ? 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3 എന്നല്ലേ വരാ? അപ്പൊ അതൊക്കെയാണ്. ഇനി അടുത്തത് സി എന്ന് പറയുന്നത് ഇവിടെ ആരാവണം എന്നാ പറഞ്ഞത്? എ ഇൻറ്റു സി ആവണം എന്നാണ് പറഞ്ഞത്. എ എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. 1 ഇൻറ്റു സി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 2 ആണ്. അപ്പൊ 1 ഇൻറ്റു 2. സി എന്ന് പറയുന്നത് ഇവിടെ എന്ത് 2 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2. അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവരിനെ എന്താക്കിയിട്ട് എഴുതാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താക്കി എഴുതാം? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ല എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ല, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആയിട്ട് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ബി കിട്ടണം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ബി കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സി കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി, ആഡ് ചെയ്യുമ്പോൾ ബി കിട്ടണം. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇവരിനെ എന്ത് ഫോർമാറ്റിലാക്കി എഴുതണം? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിലാക്കി എഴുതണം. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മള് എന്താക്കി എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 2 ഘടകങ്ങളായിട്ട് ഇവരെ എഴുതാൻ പറ്റണം. എക്സ് ഫസ്റ്റ് എക്സിന്റെ ടേംസ് തന്നെ എക്സ് തന്നെയാണ് വരിക. ഫസ്റ്റ് എന്താണ് വരിക? എക്സ് തന്നെയാണ് വരിക. ഇവിടെയുള്ള 2 ടേംസ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ 2 ടേംസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ബി കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സി കിട്ടണം. ഇവിടെ 1ഉം 2ഉം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 2 ചെയ്ത് 2 ആണ് കിട്ടുന്നത്. 1 ഇൻറ്റു 2 ചെയ്താൽ 2 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് സി കിട്ടുന്നുണ്ട്. ഇനി 1 പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാലോ 3 ആണ് കിട്ടുന്നത്. അപ്പൊ അതെന്താണ്? അപ്പൊ ബി കിട്ടുന്നത്. അപ്പൊ 1ഉം 2 ആണ് നമ്മളെ ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സ് പ്ലസ് 1ഉം അതേപോലെ എക്സ് പ്ലസ് 2 ആണ്. ഇത് രണ്ടും ചെയ്ത ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതൊന്നും കൂടി പറയാം. അതായത് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യേനെ അല്ലെങ്കിൽ ഒരു പോളിനോമിലെ ഒരു ബഹുപദത്തെ നമ്മൾ വേറെ 2ൽ കൂടുതൽ ബഹുപദങ്ങൾ, 2ഓ 2ലധികമോ ബഹുപദങ്ങളുടെ ഗുണനഫലമായി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ബഹുപദ ഘടകങ്ങളാക്കൽ എന്ന് പറയുന്നത്. ആ ഓരോ ബഹുപദങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്. അത് നമ്മൾ 7 മെത്തേഡാണ് പറഞ്ഞത്. ആദ്യം ഫാക്ടറൈസേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതായത് കോമൺ ആയിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട്, പിന്നെ ഫാക്ടറൈസേഷൻ ഇൻവോൾവിംഗ് ദ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ്, അതായത് നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്നതിനെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയിട്ട്
അതിന് നമ്മൾ എന്താക്കി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫാക്ടറൈസേഷൻ ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ട്രൈനോമിയൽ അതായിരിക്കും അത് തന്നിരിക്കുന്നതിന് നമ്മൾ എന്താക്കി എ സ്ക്വയർ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്താണ് ഫാക്ടറൈസേഷൻ ഓഫ് എ പോളിനോമിയൽ റെഡ്യൂസിബിൾ ടു ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ആണ്. അതായത് നമുക്ക് എക്സ് റേസ് ടു 4 പ്ലസ് നമുക്ക് രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഏത് ഫോർമാറ്റിലാക്കി എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഫോർമാറ്റിലാക്കിയിട്ട് അതിൽ പിന്നെ എന്താക്കി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് ആ ഒരു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിൽ ഘടകങ്ങളാക്കുകയാണ് ചെയ്തത്. പിന്നെ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്, പൂർണ്ണഘന ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കലാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താക്കി അതിനെ നമ്മൾ എ പ്ലസ് ബി ഓൾ ക്യൂബ് ഫോർമാറ്റിലാക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്തതാണ്. പിന്നെ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് ഇൻവോൾവിംഗ് സം മോർ ഡിഫറൻസ് ഓഫ് 2 ക്യൂബ്സ്, 2 ക്യൂബ്സിന്റെ സമ്മോ ഡിഫറൻസോ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ സമ്മിന്റെ ആണ് ചെയ്തത്, സമ്മ് തന്നിട്ടുണ്ട് അതിന് എന്തൊക്കെ സമ്മാക്കി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് അതിന് ഘടകങ്ങളാക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് എന്താണ് ഫാക്ടറൈസിങ് ട്രൈനോമിയൽസ് ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് തന്നിരിക്കുന്ന മിഡിൽ ടേം, ഇവിടുത്തെ മിഡിൽ ടേം എന്താണ്, ഇവിടുത്തെ മിഡിൽ ടേം 3 ആണ്. ഈ 3നെ ഏത് രണ്ട് നമ്പേഴ്സ് ഈ മിഡിൽ ടേം, ഇതാണ് നമ്മുടെ മിഡിൽ ടേം വരുന്നത് ബി എന്ന് വരുന്നത്. ഈ ബിനെ ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ആ ഒരു മിഡിൽ ടേം കിട്ടണം. ഇപ്പൊ 1 into 2 ആവുമ്പോ നമുക്ക് എന്താണ് 2 തന്നെയാണ്. 1 + 2 ചെയ്യുമ്പോൾ 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ആണ് കിട്ടുന്നത്. അപ്പൊ അത് ശരിയാണ്. ഇനിയിപ്പോ മിഡിൽ ടേം 6 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, 6 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 5 ആയിരുന്നെങ്കിൽ 6ഉം മിഡിൽ ടേം 6 ആണ് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്, x² + 6x + 5 ആണ് നമ്മുടെ ടേം വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് 3 into 2 എടുത്ത് നോക്കാം. 3 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്, ഇവിടെ 5ഉം ഇവിടെ 6. 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. നമുക്ക് എന്ത് കിട്ടി, സി കിട്ടി. ഇനി 3 + 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, 5 കിട്ടി. അപ്പൊ നമുക്ക് ഇത് എന്താണ്, ആൻസർ കറക്റ്റ് ആണ്. ഇനി അല്ല ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ, ഇതാണെങ്കിലോ x² + 4x + 4 ആണ്, 4x + 4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുക, 2 into 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും, 2 + 2 ചെയ്താലും 4 കിട്ടും. അപ്പൊ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്, 2 2 ആണ്. അതായത് x + 2 into x + 2 ആണ്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് HCF ആൻഡ് LCM ഓഫ് പോളിനോമിയൽസ്, ബഹുപദങ്ങളുടെ ഉസാഗയും ലസാഗുവും. അതായത് HCF എന്താ, ലസാഗു എന്താണ്, LCM എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. The highest common factor of 2 or more given polynomial is the product of the polynomial of highest degree and the greatest numerical coefficient, each of which is a factor of each of the given polynomials. രണ്ടോ അതിലധികമോ ബഹുപദങ്ങളുടെ ഏറ്റവും വലിയ പൊതുഘടകം എന്നത് നൽകിയിരിക്കുന്ന എല്ലാ ബഹുപദങ്ങളുടെയും ഘടകമായിരിക്കുന്നതും ഏറ്റവും ഉയർന്ന ഘാതവും ഏറ്റവും വലിയ സംഖ്യാഗുണവും ഉള്ള ബഹുപദങ്ങളുടെ ഗുണകഫലമാണ്. അതായത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ നമ്മളോട് പറയാണ് 4x² y-ന്റെയും x³ y² എന്ത് കാണാൻ, HCF കാണാനാണ്. ഇവിടെ തന്നെ LCM കൂടി പറഞ്ഞിട്ട് പറയാം, ഒപ്പം പറയാം. LCM ഓഫ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 or more polynomial is the product of the polynomial of the lowest degree and the smallest numerical coefficient which are multiple of the corresponding elements of each of the given polynomials. രണ്ടോ അതിലധികമോ ബഹുപദങ്ങളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്നത് നൽകിയിരിക്കുന്ന ഓരോ ബഹുപദത്തിന്റെയും അനുബന്ധ ഘടകങ്ങളുടെയും ഗുണിതമായിരിക്കുന്നതും ഏറ്റവും കുറഞ്ഞ ഘാതവും ഏറ്റവും ചെറിയ സംഖ്യാഗുണകവും ഉള്ള ബഹുപദങ്ങളുടെ ഗുണനഫലമാണ്. അതായത് HCF-ഉം LCM-ഉം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്, 4x² y-യും അതേപോലെ x³ y² ആണ്. ഇതിൽ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, വന്നിരിക്കുന്ന നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയാണ്, നമ്പേഴ്സ് അതായത് സംഖ്യകൾ ഏതൊക്കെയാണ്, സംഖ്യകൾ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, 4ഉം 1ഉം ആണ് തന്നിട്ടുള്ളത്. അതേപോലെ ന്യൂമറിക്കൽസ്, വാരിയബിൾസ് ഏതൊക്കെയാണ് വാരിയബിൾസ് ഉള്ളത്, നമുക്ക് എക്സ് വാരിയബിൾ ഉണ്ട്, വൈ വാരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഒന്നില് x² ആണ്, ഒന്നിൽ എന്താണ്, x³ ആണ്. ഒന്നില് x³ ആണ്. ഇനി അടുത്തത് ഏതാണ്, അടുത്തതാണ്
ഒന്നില് y ആണ്, ഒന്നില് y² ആണ്. ഓക്കെ, അപ്പൊ ഒന്നില് 4ഉം 1ഉം ആണ്, സംഖ്യകൾ വന്നുള്ള 4ഉം 1ഉം ആണ്, വാരിയബിൾസ് വന്നുള്ള x² x³ ആണ്, പിന്നെ y ഉം y² ആണ്. ഇനി HCF എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് HCF കാണേണ്ടത് ഈ സംഖ്യകളുടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കണം. കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഫാക്ടർ ഏതാണ് വരുന്നത് നോക്കണം. ഇപ്പൊ നോക്കാം, 4ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ വരിക? 4ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ വരിക? 1 വരും, 2 വരും, അതേപോലെ 6 വരും, 2 വരും, 4 വരും. ഇത്രയാണ് 4ന്റെ ഫാക്ടേഴ്സ്. ഒന്നിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്നിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 മാത്രമാണ് ഒന്നിന്റെ ഫാക്ടേഴ്സ് വരുന്നത്. 1 × 1 മാത്രം ചെയ്താലാണ് നമുക്ക് 1 കിട്ടുള്ളൂ. 4ന്റെ ആണെങ്കിലോ 1 × 4 ചെയ്താൽ കിട്ടും, 2 × 2 ചെയ്താൽ കിട്ടും, 4 × 1 ചെയ്താൽ കിട്ടും. അപ്പൊ അവരുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം ആണ് അല്ലെ? അപ്പോ ഇതിന്റെ HCF ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ആര് മാത്രമാണ്? 1 മാത്രമാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോ ഇവരുടെ HCFന്റെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. ഇനി x² x³ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? x² ഉണ്ട്, x³ ഉണ്ട്. ഇതിൽ കോമൺ x²ല് ആരൊക്കെയാണ് ഉണ്ടാവുക? x ഉണ്ടാവും, അതേപോലെ ആരുണ്ട്? x² ഉണ്ടാവും. x³ ആരൊക്കെ ഉണ്ടാവും? x³ ആരൊക്കെ ഉള്ളത്? x ഉണ്ടാവും, x² ഉണ്ടാവും, x³ ഉണ്ടാവും അല്ലെ? ഈ അതായത് x × x എന്ന് പറഞ്ഞാൽ x² ആണ്, x² × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² ആണ്, x × x² എന്ന് പറഞ്ഞാൽ x³ ആണ്, x² × x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ആണ്, x³ × 1 എന്ന് പറഞ്ഞാലും x³ ആണ്. ഇതിൽ കോമൺ ആയിട്ട് ആരാളുള്ളത്? x² ആണുള്ളത്. കോമൺ ആയിട്ട് ആരാളുള്ളത്? x². അപ്പൊ അത് x². ഇനി y ഉം y². y-യിൽ ഏതൊക്കെയുള്ളത്? y എന്ന് പറയുന്നത് ആരൊക്കെയാണ്? y എന്ന് പറയുന്നത് വെറും y മാത്രമാണ് വരിക. y²ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? y ഉം y² ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? y ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? y ആണ്. ഇതാണ് x² y ആണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. x² y ആണ് ഇവരുടെ HCF എന്ന് പറയുന്നത്. ഇനി LCM. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് LCM ആണ്. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് LCM എങ്ങനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാല് LCM നോക്കാം. 4ഉം 1ഉം ആണ് വരുന്നത്. ഇതിൽ ആരാ വലുത്? 4 ആണ് വലുത്. അതായത് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം. 4ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ? 1 4 4, 2 4 8, 3 4 12, അങ്ങനെ അങ്ങനെ പോകും. ഇനി 1ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം. 1ന്റെ 1 1 1, 2 1 2, 3 1 3, 4 1 4, അങ്ങനെ പോകും. ഇതില് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? കോമൺ ആയിട്ട് ഇവിടെയും 4 വരുന്നുണ്ട്, ഇവിടെയും 4 വരുന്നുണ്ട്. അതാണ് നമ്മുടെ LCMലെ സംഖ്യ വരുന്നത്. ഓക്കെ, ഇനി x² ഉം x³ വേണമെങ്കിൽ അതേപോലെ നോക്കാം, അല്ലെങ്കിൽ ഇതില് ഏറ്റവും വലുതെടുക്കാം. വലുത് ഏതാണ് വരുന്നത്? x³ ആണ് വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? അതിവിടെ 4x³. ഇനി ഇവിടെ y² ആണ് വലുത് വരുന്നത്. അപ്പൊ എടുക്കാം. ഓക്കെ, y². ഇതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. മനസ്സിലായോ? HCF എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മള് തന്നിരിക്കുന്ന സംഖ്യയില് കോമൺ ഫാക്ടേഴ്സ് വരുന്നതാണ് നോക്കേണ്ടത്. കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. അതിൽ ഹയസ്റ്റ്. അപ്പൊ ഇതിൽ വരുന്ന കോമൺ ഫാക്ടേഴ്സിൽ 1 2 4, ഇവിടെ 1 മാത്രമാണ് വരുന്നത്. അതിൽ ഹയസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, 1 തന്നെ വരുന്നുള്ളൂ. ഇനി ഇവിടെ ആണെങ്കിലോ x² x³ കേസിൽ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്ന സമയത്ത് x²ലെ x ഉം x²ഉം, x³ വരുമ്പോൾ x² x³ ആണ് വരിക. ഇതിൽ ഹയസ്റ്റ് ഏതാ വരിക? x² ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് x² എടുത്തത്. ഇനി y-ന്റെ കേസിലാകുമ്പോൾ y ഉം y² ചെയ്യുന്ന സമയത്ത് y ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ വരുന്നത്. അതുകൊണ്ടാണ് y എടുത്തത്. LCM ചെയ്യണ നേരത്തോ നമ്മൾ മൾട്ടിപ്പിൾസ് ആണ് എഴുതേണ്ടത്. അവരെ കൂടെ മൾട്ടിപ്പിൾസ്. അപ്പൊ x²ന്റെ മൾട്ടിപ്പിൾസ് എഴുതുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? ഒരു x² x², 2x², 2x², 3x², 3x², അങ്ങനെ അങ്ങനെ പോയി x² എന്ന് പറയുമ്പോൾ എന്താവും? x³ കിട്ടും നമുക്ക്. അവിടെ എന്ത് കിട്ടും? x³ കിട്ടും. ഇനി അടുത്തത് x³ എഴുതുമ്പോൾ ഒരു x³ x³, 2x³, 2x³ അങ്ങനെ അങ്ങനെ x³ എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് അവിടെ x⁴ വരും അല്ലെ? അപ്പൊ x³ ആണ് ഇവിടെ എന്ത് വരുന്നത്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. y-ന്റെ കേസിലും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 4x³ y² കിട്ടിയത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി ഉണ്ട്. HCF LCM കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഫാക്ടേഴ്സ് എഴുതാം. ഫാക്ടേഴ്സ് എഴുതുമ്പോൾ സംഖ്യകൾ എഴുതുന്ന സമയത്ത് അതിൽ ഏതാണോ വലിയ സംഖ്യ ചെറിയ സംഖ്യ വരുന്നത് അതാണ് HCF വരിക.
ആരൊക്കെയാണ് ചെറുത് അവരൊക്കെയാണ് എന്തിൽ വരിക, HCFൽ വരിക. ആരൊക്കെയാണോ വലുത് അവരൊക്കെയാണ് LCMൽ വരിക. ഓക്കെ, നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ വാരിയബിൾസ് എഴുതുന്ന സമയത്ത് ആരൊക്കെയാണോ വലുത് അതാണ് HCFൽ വരിക. ആരൊക്കെയാണോ ചെറുത് അത് HCFൽ വരും, ആരൊക്കെയാണോ വലുത് അത് LCMൽ വരും. ഓക്കെ, അതാണ് പോളിനോമിയൽസ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് റേഷണൽ എക്സ്പ്രഷൻസ് ആണ്, പരിമേയ ബീജ പ്രയോഗങ്ങൾ. An algebraic expression which can be expressed in the form of P/Q where P and Q are polynomials is called a rational expression. നമുക്ക് രണ്ട് ബഹുപദങ്ങളുണ്ട്. ആ രണ്ട് ബഹുപദങ്ങളെ നമ്മൾ P/Q എന്നുള്ള ഫോർമാറ്റിൽ, P എന്ന് പറയുന്ന ഒരു ബഹുപദമുണ്ട്, Q എന്ന് പറയുന്ന ഒരു ബഹുപദമുണ്ട്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ P എന്ന് പറയുന്നത് x+2 ആണെന്ന് വിചാരിക്കുക, Q എന്ന് പറയുന്നത് x+3 ആണെന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ P/Q ആയിട്ട് എഴുതുകയാണ്, അതായത് x+2 by x+3 ആയിട്ട് എഴുതുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജപ്രയോഗങ്ങൾ എന്ന് വിളിക്കുന്നത്, പരിമേയ ബീജപ്രയോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ബഹുപദങ്ങളുണ്ട്. ആ രണ്ട് ബഹുപദങ്ങളെ ഇങ്ങനെ നമ്മൾ ആ താഴെ മടിയിലോട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിമേയ ബീജപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, അതിന്റെ ക്രിയകളാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ്, അതായത് കൂട്ടലും കുറയ്ക്കലും ആണ് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 5/6 + 3/8. നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം അല്ലെ. എന്ത് ചെയ്താൽ മതി, ഇവരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലുള്ളവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇവരുടെ നോക്കിക്ക് ഛേദം ഈ താഴെയുള്ളവരെയാണ് നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ P/Q എന്നുള്ള ഫോർമാറ്റിൽ എന്നുള്ള മുകളിലുള്ളവരെ ന്യൂമറേറ്റർ എന്ന് വിളിക്കും. മുകളിലുള്ളവരെ എന്ത് വിളിക്കും, ന്യൂമറേറ്റർ. ഇതൊക്കെ പഠിച്ചതാണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അംശം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, അംശം. ഇനി Q എന്ന് പറഞ്ഞാൽ ആരാണ്, ഡിനോമിനേറ്റർ. Q എന്ന് പറഞ്ഞാൽ ആരാണ്, ഡിനോമിനേറ്റർ ആണ്, അതായത് അതാണ് ഛേദം, അതാണ് ഛേദം. അപ്പൊ അംശവും ഛേദവും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഛേദങ്ങള് തുല്യല്ല, 6ഉം 8ഉം ആണ്. അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ഫാക്ടർ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് തുല്യാക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, 5/6 + 3/8 അല്ലേ. അപ്പൊ തൊട്ടടുത്തതിന്റെ ഛേദത്തെ കൊണ്ട് മറ്റേതിന്റെ അംശം മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇപ്പൊ 5ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളുടെ താഴെയുള്ള ആള്, അതായത് 5ന്റെ താഴെ കിടക്കുന്ന ആൾ ആരാണ്, 8 ആണ്. അപ്പൊ 5 × 8 പ്ലസ് അതേപോലെ 5ന്റെ താഴെ കിടക്കുന്ന ആളായിട്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 3 + 3 × 6 ബൈ ഇനി താഴെയുള്ള രണ്ടാലും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 6 × 8. ഓക്കെ, അപ്പൊ എന്തായി, 5 × 8 40 പ്ലസ് 3 × 6 18, 6 × 8 48. അപ്പൊ എന്ത് കിട്ടി, 58/48. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കാം. ഷോർട്ട് ആക്കുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2നെ വെച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 29 കിട്ടും. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പൊ 29/24 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 6/2 അല്ല 6/5 + 3/2. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, 3ന്റെ താഴെ കിടക്കുന്ന ഓപ്പോസിറ്റ് അടുത്ത് കിടക്കുന്ന ആളുടെ താഴെ ഉള്ളതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്ത് ചെയ്യുക, 3നെ എന്ത് ചെയ്യുക, മറ്റേ ആളിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള രണ്ടാളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യുക, 6 × 2 12 പ്ലസ് 3 × 5 15 ബൈ 5 × 10 5 × 2 10. അപ്പൊ എന്ത് കിട്ടും, 12 + 15 27/10 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് റേഷണൽ എക്സ്പ്രഷൻസിന്റെ അതായത് ബീജവ്യഞ്ജകങ്ങളിലെ ക്രിയകൾ എന്ന് പറയുന്നത്. പരിമേയ ബീജവ്യഞ്ജകങ്ങൾ ക്രിയയിൽ അഡിഷൻ എന്ന് പറയുന്നത്. അതേപോലെ സബ്സ്ട്രാക്ഷൻ പറഞ്ഞിട്ടുള്ള സബ്സ്ട്രാക്ട് x - 1 by x + 1 from 3x - 2 by 3x + 1. അതായത് 3x - 2 by 3x + 1ൽ നിന്നും x - 1 by x + 1നെ കുറയ്ക്കാന് എന്താ ചെയ്യേണ്ടത്, നമ്മള് 3x - 2 by 3x + 1ൽ നിന്നും ആരെ കുറയ്ക്കണം, x - 1 പ്ലസ് ഡിവൈഡഡ് ബൈ x + 1നെ കുറയ്ക്കണം. ഇതും എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവരുടെ ഛേദം ഡിനോമിനേറ്റർ തുല്യമല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, 3x - 2നെ അവിടെ നിർത്തി, ഇൻറ്റു എന്ത് ചെയ്തു, അടുത്തുള്ള ആളുടെ താഴെ കിടക്കുന്നത് ആരാ, x + 1 ആണ് അല്ലെ, മൈനസ് ഇവിടെ ആരാണ്, x - 1നെ അവിടെ നിർത്തി, ഞാരായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പുറത്തുള്ള ആളുടെ
താഴെ കിടക്കുന്ന ആള് 3x+1 ഡിവൈഡഡ് ബൈ താഴെ ഉള്ളവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 3x+1 ഇൻറ്റു x+1. ഓക്കെ, ഇനി ഇത് ഇന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 3x-2 ഇൻറ്റു x+1. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. പഠിച്ച കാര്യമാണ് അല്ലെ? അപ്പൊ 3x ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 3x² ആണ്. പ്ലസ് 3x ഇൻറ്റു 1 3x മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2x മൈനസ് 2 മൈനസ് ഇവിടെ എന്ത് വരും? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x ഇൻറ്റു 3x² ഇത് രണ്ടും x ഇൻറ്റു 3x ചെയ്യുമ്പോൾ 3x², x ഇൻറ്റു 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു 3x മൈനസ് 3x മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 3x+1 ഇൻറ്റു x+1 വന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് കോമൺ ആയിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കോമൺ ആയി കളയാം. 3x² പ്ലസ് 3x മൈനസ് 2x എന്ന് പറയുമ്പോൾ എന്താണ്? 3x മൈനസ് 2x എന്ന് പറയുന്നത് എന്താ? x മൈനസ് 2 മൈനസ് ഇൻറ്റു 3x² മൈനസ് 3x² മൈനസ് ഇൻറ്റു ഇത് എക്സ് മൈനസ് 3x ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അവിടെ മൈനസ് 2x കിട്ടും അല്ലെ? അപ്പൊ മൈനസ് 2x ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ് 2x വരും. മൈനസ് ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 വരും. ഡിവൈഡഡ് ബൈ 3x+1 ഇൻറ്റു x+1. ഓക്കെ, ഇനി ഒന്ന് ഈ -2നെ ബാക്കിയുള്ളതിനൊക്കെ ഒന്നിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്താവും? ഇവിടെയും 3x² ഉണ്ട്, ഇവിടെയും 3x² ഉണ്ട്, ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി x+2x എന്ന് പറയുമ്പോൾ 3x ആണ്. -2 + 1 എന്ന് പറയുമ്പോൾ -1 ആണ്. ഡിവൈഡഡ് ബൈ 3x+1 ഇൻറ്റു x+1. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലുള്ള ആളെ എന്ത് ചെയ്യുക? തൊട്ടപ്പുറത്ത് കിടക്കുന്ന താഴെയുള്ള ആളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഏതാണോ സൈൻ അത് ഇട്ട് കൊടുക്കുക. പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മറ്റേ ആളെ ഈ താഴെയുള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ആളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ ഷോർട്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ കൂട്ടലും കുറയ്ക്കലും മനസ്സിലായല്ലോ. അടുത്താണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ലാസ്റ്റ് ടോപ്പിക് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എളുപ്പമാണ്, ഒന്നും ചെയ്യണ്ട. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. 5x+3 ഡിവൈഡഡ് ബൈ 5x-1 ഇൻറ്റു എന്താണ്? 2x-1 ബൈ x+1. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യാം. 5x+3 into 2x-1 divided by 5x-1 into x+1. ആ 5x-1 into x+1. ഇനി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ചെയ്യുമ്പോൾ എങ്ങനെയാ? 5x into 2x എന്ത് വരും? 5x into 2x 10x² വരും. 10x² വരും. 10x² വരും. പിന്നെ മൈനസ് 10x² മൈനസ് പിന്നെ എന്ത് വരും? 5x-1 എന്ത് വരും? 5x-1 എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3 into 2x 6x പ്ലസ് 3 into 2x 6x പ്ലസ് 3 into -1 -3. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ താഴെയുള്ളത് ആരാ? 5x into x എന്ത് വരും? 5x into x എന്ത് വരും? 5x² 5x into +1 എന്ത് വരും? പ്ലസ് 5x -1 into +1 -1. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ കോംപ്ലക്സ് ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? അടുത്തടുത്ത് കിടക്കുന്നവരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ ആയതൊക്കെ പുറത്തെടുത്താൽ മതി. ഇതിപ്പോ കോമൺ ആയിട്ടൊന്നും പുറത്തെടുക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? 10x² മൈനസ് 5x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും x ആണ് അല്ലെ? -3 ബൈ 5x² പ്ലസ് 5x -1 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതി നിർത്താം. ഓക്കെ,
ഇനി അടുത്തതാണ് x² + 20 + 5x + 6. ഇതിന്റെ റെസിപ്രോക്കൽ കാണാനാണ് പറയുന്നത്. ഇവരുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവരിനെ എന്ത് ചെയ്താൽ മതി? ഇവരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ഇവരുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് മുകളിലേക്ക് വരും, മുകളിലുള്ളത് താഴെ. ഇതാണ് ഇവരുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു ഡിവിഷന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിവിഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ x + 2 / x + 1 ഡിവൈഡഡ് ബൈ x + 3 / x + 4. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യാൻ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കെടുക്കണോരെ അങ്ങനെ തന്നെ എഴുതുക. ആദ്യം കെടുക്കണോരെ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ എഴുതുക. ഈ ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കുക, രണ്ടാമത് കിടക്കണവരെന്ത് ചെയ്യുക? തിരിച്ചിടുക. x + 4 / x + 3 ആക്കുക. ഓക്കെ, എന്ത് ചെയ്യുക? ഡിവിഷന്റെ മെത്തേഡ്സ് ഫോളോ ചെയ്യുക. x + 2 × x + 4 വരുമ്പോൾ എന്ത് വരും? x² + 4x + 2x + 8 ഡിവൈഡഡ് ബൈ x² + 3x + x + ഇത് എങ്ങനെ വരും? x² + 6x + 8 ഡിവൈഡഡ് ബൈ x² + 4x + 3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ റേഷണൽ എക്സ്പ്രഷൻ ഒന്നുകൂടി പറയാം. റേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബഹുപദങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, പിയും ക്യൂവും. അതിന് നമ്മൾ p/q ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് റേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിമേയ ബീജവ്യഞ്ജകം എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ അഡിഷനും സബ്സ്ട്രാക്ഷനും അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് പറഞ്ഞത്. അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തിന് ഡിനോമിനേറ്ററിന് സെയിം ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തേന്റെ ന്യൂമറേറ്റർ അംശവുമായി രണ്ടാമത്തെ ഛേദം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ അംശം ന്യൂമറേറ്ററും ആദ്യത്തെ ഛേദം ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ താഴെയുള്ളവരെ രണ്ടാളെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അഡിഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമുക്ക് താഴെയുള്ളത് സെയിം ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഛേദം ഒരേപോലെ ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മതി. ഇനി റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറയുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ബഹുപദത്തെ തിരിച്ചിടുക. താഴെയുള്ളത് മുകളിലും മുകളിലുള്ളതിന് താഴെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ കാണാന്ന് പറയുന്നത്. ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഉള്ളവരെ അങ്ങനെ നിർത്താം. ഫസ്റ്റ് ഉള്ള റേഷണലിനെ അങ്ങനെ നിർത്താം. ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കുക. രണ്ടാമത്തേന് എന്ത് ചെയ്യുക? തിരിച്ചിടുക. റെസിപ്രോക്കൽ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ കുറെ എക്സാമ്പിൾസ് ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഇക്വേഷൻസ് ഒക്കെ എല്ലാതും എഴുതി നോക്കുക. ഇക്വേഷൻസ് ഒക്കെ എഴുതി നോക്കുക. എന്നിട്ട് എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുക. സ്പെഷ്യൽ പ്രോഡക്ട്സ് നമ്മൾ 13 ഫാക്ടറൈസേഷൻ നമ്മളൊരു 7 മെത്തേഡും, പിന്നെ അതേപോലെ HCFും LCMും, പിന്നെ അതേപോലെ റേഷണൽ എക്സ്പ്രഷനിലെ അഡിഷൻ സബ്സ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഗുണിക്കലും ഹരിക്കലും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി എഴുതുക. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാ ഇക്വേഷൻസ് എഴുതി ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.